എല്ലാവർക്കും നമസ്കാരം. പഞ്ചമഹായോഗങ്ങളിൽ ഒന്നാണ് രുചകമഹായോഗം. നിങ്ങളുടെ ജാതകത്തിൽ അതായത് കുജൻ, അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഉച്ചസ്ഥനോ, അതായത് മകരൻ രാശിയിൽ നിൽക്കുകയോ സ്വക്ഷേത്രസ്ഥിതനോ മേട വൃശ്ചിക രാശിയിലോ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹം ലഗ്നാൽ കേന്ദ്രത്തിൽ 1, 4, 7, 10 ഭാവങ്ങളിൽ കൂടി നിൽക്കുകയാണെങ്കിൽ അതാണ് രുചകമഹായോഗം എന്ന് പറയുന്നത്. രുചകമഹായോഗത്തിൽ ജനിക്കുന്നയാൾക്ക് ബലാന്വിത വപുഹു എന്നാണ്, അതായത് ബലമുള്ള ശരീരമായിരിക്കും. ബലമുള്ള ശരീരം എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം ജിമ്മിൽ പോകാൻ താല്പര്യമുള്ള വ്യക്തികൾ, അതല്ലെങ്കിൽ ശരീരപുഷ്ടി, നല്ല ആരോഗ്യം ഉള്ള ശരീരമൊക്കെയുള്ള ആൾ, അതല്ലെങ്കിൽ ഒരു രോഗദുരിതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് രുചകമഹായോഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൊവ്വാദശ ഏത് ഗ്രഹത്തിൻ്റെ ദശയിലാണോ ആ ദശയിലെ ഈ യോഗങ്ങൾ അനുഭവിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഒരു രോഗദുരിതം വന്നു, അദ്ദേഹത്തിനത് വലിയ വിഷയമാകുമോ എന്നൊക്കെ ജാതകപ്രകാരം നമ്മൾ നോക്കുമ്പോൾ രുചകമഹായോഗം പോലെയുള്ളവ കയറി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രോഗദുരിതം മാറും എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ശ്രീകീർത്തി ശീലാന്യത, ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം. ഏത് കാര്യങ്ങൾ ചെയ്താലും നല്ല വൃത്തിയോടുകൂടി ചെയ്യുക. കീർത്തി, സത്പേരുള്ള വ്യക്തിയായിരിക്കും. സൗശീല്യം, നല്ല ശീലങ്ങളൊക്കെയുള്ള വ്യക്തിയുമായിരിക്കും. അയാൾ ശാസ്ത്രങ്ങളിലും മന്ത്രങ്ങളിലും വിദഗ്ധനുമായിരിക്കും. അതായത് ഏത് ശാസ്ത്രങ്ങൾ പ്രയോഗിച്ചാലും അല്ലെങ്കിൽ നല്ല ശാസ്ത്രമേഖലകളിലൊക്കെ വിജയിക്കുവാൻ കഴിവുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ വിദഗ്ധനുമായിരിക്കും. അതായത് നിത്യാനുഷ്ഠാന കാര്യങ്ങൾ, വിളക്ക് വെക്കുക, നാമം ചൊല്ലുക ഇത്യാദികൾക്കൊക്കെ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. ജപിക്കുന്നവനുമായിരിക്കും. നിത്യേന രാവിലെയും വൈകിട്ടും യോഗ പോലെയുള്ള കാര്യങ്ങൾ അഭ്യസിക്കുക ഇത്യാദികളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. രാജ അഥവാ തത്സമഹ, രാജാവോ അതിന് സമനോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് രാജാവ് എന്ന് പറഞ്ഞാൽ കിരീടം വെച്ച് അതിൽ നടക്കുന്നു എന്നല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇദ്ദേഹം എന്ന് വിചാരിക്കുക ഈ ജാതകൻ. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ ഒരു പ്രധാനിയാണ്, അപ്പോൾ ഇദ്ദേഹത്തിന് അതിൻ്റെ പ്രസിഡൻ്റ് ആകാൻ പറ്റും. അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുള്ള വ്യക്തിയാണ്, അദ്ദേഹം ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കി നമുക്ക് ഇങ്ങനെ ഇന്ന സ്ഥാനം ലഭിക്കും എന്നൊക്കെ നമുക്ക് ഈ രുചകമഹായോഗം കൊണ്ട് പറയുവാൻ കഴിയും. അതുപോലെ തന്നെ സുന്ദരനായിരിക്കും, നല്ല വ്യക്തിത്വം ഉള്ള വ്യക്തിയായിരിക്കും. അരുണകാന്തിയുള്ള ശരീരമുള്ളവനുമായിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ നിറം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അരുണകാന്തി, അതായത് ഉദയസൂര്യൻ്റെ നിറമുള്ള, തീക്കനലിൻ്റെ നിറം, നല്ല വെള്ള എന്ന് പറയാൻ കഴിയില്ല, ഒരു നല്ല കാന്തിയുള്ള ശരീരമായിരിക്കും. ജിത അരിർ ധനി എന്നാണ്. അതായത് ജിതാരിർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശത്രുവിനെ ജയിക്കുന്നവനും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ശത്രുക്കൾ ആരും ഉണ്ടാവില്ല എന്നും ചിന്തിക്കാം. ധനികനുമായിരിക്കും. അതുപോലെ തന്നെ സുഖി, ധാരാളം വണ്ടികൾ തൻ്റെ പേരിൽ ഉള്ളവനുമായിരിക്കും, അല്ലെങ്കിൽ ധാരാളം വണ്ടികളുടെ ഉടമയായിരിക്കും എന്നൊക്കെ അതിനകത്ത് ചിന്തിക്കാം. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് വാഹന മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അതൊക്കെ സാഹചര്യം പോലെയായിരിക്കും. കൂടാതെ സപ്തപ്യ ജിതായുഷ, 70 വയസ്സിൽ കുറയാതെ ആയുസ്സും ഉള്ളയാളായിരിക്കും ഈ രുചകമഹായോഗത്തിൽ ജനിക്കുന്നയാൾ. നിങ്ങളുടെ ജാതകമൊക്കെ ഇട്ട് തരികയാണെങ്കിൽ ഈ യോഗങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. നമുക്ക് വാട്സാപ്പ് ചെയ്യുക. നമസ്തേ.